ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് നിന്ന് സംസ്ഥാനത്ത് മഴ അത് തുടരുന്നുണ്ട്. എല്ലാ ജില്ലകളിലും തന്നെ മഴ കാര്യമായി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ മഴക്കെടുതിയുമുണ്ട്. 2 മരണമാണ് ഇന്ന് മഴക്കെടുതിയിലുണ്ടായത്. എറണാകുളം പുതുവൈപ്പിൽ വെള്ളക്കെട്ടിൽ വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു. കൊടിക്കൽ സ്വദേശി ദിലീപാണ് മരിച്ചത്. കാസർഗോഡാണ് മറ്റൊരു മരണമുണ്ടായത്. അത് ബെള്ളൂരിലാണ്. ഇടിമിന്നലേറ്റ് വയോധികനായിട്ടുള്ള ദേവരഗുത്തു ഗംഗാധര റൈ മരിച്ചു. വീട്ടിനകത്തിരിക്കുമ്പോൾ ഇടിമിന്നലേൽക്കുകയായിരുന്നു. കോഴിക്കോട് കായക്കൊടി ചേറ്റുവയലിൽ മഴയിൽ വീട് തകർന്നു. ഇരുളാവുമൽ രാജീവിന്റെ വീടാണ് തകർന്നു വീണത്. സംസ്ഥാനത്തെ തീരമേഖലകളിൽ കടലാക്രമണം അത് ശക്തമായി തുടരുകയാണ്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പൊഴിയൂർ, തെക്കേ കൊല്ലങ്കോട്, പരുത്തിയൂർ ഭാഗങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഐത്തിയൂർ ഭാഗത്ത് പലയിടങ്ങളിലും തീരം കടലെടുത്തു. റോഡുകളും തകർന്നിട്ടുണ്ട്. താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറി. ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ തുടരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അപ്പോഴും ഒരു കാര്യമുള്ളത്, തീവ്രത കുറഞ്ഞു എന്നുള്ളതാണ്. റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ പൂർണ്ണമായും പിൻവലിച്ചു. നിലവിൽ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അതാണ് നിലവിലത്തെ അലേർട്ടിന്റെ സാഹചര്യം. ഐഷത്തുൽ ഷംന തത്സമയം ചേരുന്നു ഈ വിശദാംശങ്ങളുമായ അലേർട്ടിന്റെ. ഷംന, ഈ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഏതൊക്കെ ജില്ലകളാണ്? മറ്റൊന്ന്, വരും ദിവസങ്ങളിൽ മഴ വീണ്ടും കുറഞ്ഞു വരുമെന്നുള്ള സൂചനയാണോ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്? എൽദോ, ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. നിലവിൽ മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന റെഡ്, ഓറഞ്ച് അലേർട്ടുകളെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. 7 ജില്ലകളിലാണ് മഴയുള്ളത്. മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു വാർത്ത. എന്തായാലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇനി വരും ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. തീവ്ര ന്യൂനമർദ്ദമായിട്ടുണ്ട്. ഇത് വരും മണിക്കൂറുകളിൽ, അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഇത് വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറുമെന്നാണ് മറ്റൊരു മുന്നറിയിപ്പുള്ളത്. ഈ ചുഴലിക്കാറ്റ് അടുത്ത നാളെയോടുകൂടി മെയ് 26 വീണ്ടും ശക്തി പ്രാപിച്ച് പശ്ചിമ ബംഗാൾ തീരത്ത് തൊടും എന്നുള്ളതാണ് മറ്റൊരു മുന്നറിയിപ്പുള്ളത്. എന്തായാലും മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ചുഴലിക്കാറ്റ്, ന്യൂനമർദ്ദം മുന്നറിയിപ്പുകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്നവരുടെ ഹൈദരാബാദ് സ്വദേശികളുടെ കാറ് തോട്ടിലേക്ക് മറിഞ്ഞു. കോട്ടയം കുറുപ്പന്തറ കടവിലാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും രക്ഷപ്പെട്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാറ് കരയ്ക്ക് കയറ്റി. കൃത്യമായിട്ടുള്ള സൈൻ ബോർഡ് ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹൈദരാബാദിൽ നിന്നും എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ മൂന്നാറിൽ യാത്ര ചെയ്ത ശേഷം അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ് ഈ കുറുപ്പന്തറ കടവിലെത്തിയത്. ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ വഴി തെറ്റി ഈ തോട്ടിലേക്ക് വാഹനം പതിക്കുകയായിരുന്നു. അവിടെ കേവലം ഗൂഗിൾ മാപ്പിന്റെ മാത്രം പ്രശ്നമല്ല, അവിടെ ഒരു വളവുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായ സൈൻ ബോർഡ് ഇല്ലാതെ നേരെയും റോഡുണ്ട്. ഈ നേരെ പോകുന്ന റോഡ് ഈ തോട്ടിലേക്കാണ് പതിക്കുന്നത്. അതാണ് ഇവരെ അപകടത്തിൽ എത്തിച്ചത്. എന്തായാലും ഈ വാഹനത്തിന്റെ പിൻഭാഗത്തുകൂടിയുള്ള വാതിൽ തുറന്നുകൊണ്ട് ഇവരെല്ലാവരും തന്നെ രക്ഷപ്പെട്ടു, തോട്ടിലേക്ക് വെള്ളം വീണപ്പോൾ തന്നെ. അതുകൊണ്ടാണ് മറ്റ് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത്. തുടർച്ചയായ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുറുപ്പന്തറ കടവിലെ ഈ തോടിന്റെ ഭാഗം. ഈ അപകടത്തിൽ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും PWD അടക്കം ഒരു കൃത്യമായ സൈൻ ബോർഡുകൾ വെക്കുന്നില്ല എന്ന പരാതിയുണ്ട്. ഇക്കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തും എന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇതിനകം പെടുത്തിയിട്ടുള്ളതാണ്. ഇനിയും അത്തരം കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് MLA മോൻസ് ജോസഫും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം തൽക്കാലത്തേക്ക് ഒഴിവായി എന്നത് മാത്രമാണ് കുറുപ്പന്തറയിൽ കാണാൻ സാധിച്ചത്. ഫോർഡ് എൻഡവർ കാറാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. ജി ശ്രീത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടിയുള്ള യാത്രയാണ് അത്തരത്തിലൊരു തോട്ടിലേക്ക് വീഴുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ നാശനഷ്ടം. പൊഴിയൂർ, തെക്കേ കൊല്ലങ്കോട്, പരുത്തിയൂർ ഭാഗങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഐത്തിയൂർ ഭാഗത്ത് പലയിടങ്ങളിലും തീരം കടലെടുത്തു. റോഡുകളും തകർന്നിട്ടുണ്ട്. താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്.
തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മേയർ രാജിവെക്കണമെന്ന ആവശ്യവുമായി BJP നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. നഗരസഭാ കവാടത്തിലെ ബാരിക്കേഡ് തള്ളിമാറ്റി അകത്തു കടക്കാൻ പ്രതിഷേധക്കാർ നടത്തിയ ശ്രമമാണ് പോലീസുമായുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചത്. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മേയർക്കെതിരെ BJP തുടർ പ്രതിഷേധ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എന്ന് ജില്ലാധ്യക്ഷൻ VB രാജേഷ് അറിയിച്ചു.